ആ ആ ആ ഹൂസ് ഗോണ ഫ്ലൈ അമ്മ ആ ഓക്കെ. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു എല്ലാവരും. ഞങ്ങളിന്ന് ഒരു റൈഡ് നടത്താൻ പോവാണ്. അതായത് നമ്മുടെ ഞങ്ങളുടെ ലൈഫിൽ ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തിയോ? എത്തിയില്ല അല്ലേ? വഴി മാറിപ്പോയി. അത് സ്വാഭാവികമാണല്ലോ. അതായത് ലീഷർ ആക്ടിവിറ്റിയും കൂടി ഇത് അങ്ങനെയാണ്. ഫ്ലൈറ്റ് ട്രെയിനിങ് ആണോ ഇത്? ട്രെയിനിങ് ലീഷർ ആക്ടിവിറ്റി എല്ലാം മൗണ്ട് ഹട്ടിന്റെ ഇതാണ് നമ്മൾ ഓടിക്കാൻ പോകുന്ന ഫ്ലൈറ്റ്. എനിക്ക് പൈലറ്റ് ജസ്റ്റ് ഒരു ബ്രീഫിംഗ് ഒക്കെ തന്നു, ഒരു 10 minutes ബ്രീഫിംഗ് ഒക്കെ തന്നു. എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ. ഇതാണ് ഫ്ലൈറ്റിൻ്റെ ഇന്നർ ആസ്പെക്റ്റ്. 2 പേർക്ക് ഇരിക്കാം. ഇതുണ്ടോ? അതായത് അത് മൂവ് ചെയ്യുന്നത് നോക്ക്, ഇതുണ്ടോ? ഇപ്പം നമ്മൾ ആ ലിവർ മൂവ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇത് ഫ്ലൈറ്റ് ഇങ്ങനെ എയറിൽ ബാലൻസ് ചെയ്യുന്നത്. അതിന് അവർ പേരൊക്കെ പറഞ്ഞു, എയർലോൺസ് അങ്ങനെയാണ് അതിൻ്റെ പേര് പറഞ്ഞെന്ന് തോന്നുന്നു. കൂടുതലൊന്നുമില്ല. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്ത് കുളമാക്കുന്നതിനേക്കാളും ഭേദം ഫ്ലൈ ചെയ്ത് ഒന്ന് അതിൻ്റെ എക്സ്പീരിയൻസ് അറിയുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ ഫ്ലൈറ്റ്. ഇത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, ഒന്നും പറയാനില്ല. അപ്പം ഫ്ലൈറ്റ് കഴിഞ്ഞു, എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു. ആണോ? എങ്ങനെയായിരുന്നു ഈ സംഭവം? എങ്ങനെ ഈ ലിവർ പുള്ളി പറഞ്ഞു തന്നില്ലായിരുന്നോ എങ്ങനെയാണ് സംഭവം ചെയ്യുന്നത്? അത് നമ്മൾ ആ ലിവർ മൂവ് ചെയ്യണനുസരിച്ച് ഇത് ഇവിടെ അഡ്ജസ്റ്റ് ആവും അല്ലേ, ഇതിൻ്റെ ചിറകുകൾ? അതായത് ഈ സാധനം ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ, അതായത് ഇത് താഴത്തേക്കാകുമ്പോൾ അപ്പുറത്തെ സൈഡിൽ അത് മുകളിലോട്ടാവും. ഓപ്പോസിറ്റ് വേയിൽ. പക്ഷെ നമ്മള് ഉള്ളിലിരുന്ന് അതിന്റെ ആ സ്റ്റിക്ക് ഉണ്ടല്ലോ, ആ ലിവർ, അത് നമ്മൾ ലെഫ്റ്റും റൈറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിനനുസരിച്ച് ഫ്ലൈറ്റ് ഇങ്ങനെ, അതായത് റൊട്ടേറ്റ് ചെയ്യുക, ലെഫ്റ്റിലോട്ട് പോവുക, റൈറ്റിലോട്ട് പോവുക. ആക്ച്വലി എന്നെ 360 ഡിഗ്രി ആംഗിളിലൊക്കെ തിരിപ്പിച്ച് പുള്ളി. അടിപൊളിയായിരുന്നു.
അത് സൂപ്പർ. നിങ്ങൾ ഏതാ വെസ്റ്റ് കോസ്റ്റ് മൗണ്ട് കുക്ക് ആ സൈഡാണ്, അങ്ങനെയാണ് പോയത്? അങ്ങോട്ടേക്ക് പോയി. പക്ഷെ അവര് പറഞ്ഞു വെതർ കുറച്ചും കൂടി ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് പോയേനെ. പിന്നെ നമ്മുടെ സീയും പിന്നെ സ്കൈയും അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഉണ്ട്, അതിന് ഹൊറൈസൺ എന്നാ പറയുന്നത്. ഓക്കെ.